രാജ്യത്ത് മുസ്ലിം സമുദായത്തിന് നേരെയുള്ള അതിക്രമങ്ങൾ തുടരുകയാണ്. പള്ളിയിൽ നിന്ന് തിരിച്ചുവരുന്ന 25 വയസ്സുകാരനായ യുവാവിനോട് പന്നിയിറച്ചി തീറ്റിക്കുമെന്ന് പറഞ്ഞ് തൊപ്പി വലിച്ചെറിഞ്ഞ സംഭവത്തിന് പിന്നാലെ ബീഹാറിലെ ബെഗുസാരയിൽ മുഹമ്മദ് കാസിം എന്ന യുവാവിനു നേരെ പാകിസ്ഥാനിലേക്ക് പോകാൻ ആക്രോശിച്ചുകൊണ്ട് വെടിയുതിർത്തിരിക്കുകയാണ്. സംഭവം നടക്കുമ്പോൾ ആളുകൾ നോക്കി നിന്നു എന്നും തന്നെ ആരും സഹായിക്കാൻ വരാത്തതിനാൽ അക്രമിയെ തള്ളിമാറ്റി ഓടി രക്ഷപ്പെടുകയായിരുന്നു താനെന്നും കാസിം പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. पिताजी का नाम मोहम्मद नूर। कहाँ गोली मारा आपको? कुम्बे। कौन लड़का मारा? मारा राजीव यादव। क्यों मारा? हमसे वो नाम पूछा सर, हम नाम बताया मोहम्मद कासिम। मियाँ है, बोला बहन से तुमको पाकिस्तान में रहना चाहिए, बोले क्या कर रहा है। इसी बात पर आपको गोली मार दिया? बस इतनी सी बात पर गोली सर मार दिया। वो दारू पी के फलाट हुआ था और कोई लोग नहीं था वहाँ? एक पान वाले के सामने, उसके पान वाले के सामने गोली मारा। हमारा गाड़ी भी वही है सर, चाबी पास में है। इतने तेज इसी साधारण बात पर लड़का गोली मार दिया? हाँ सर। कोई अगल बगल बचाने? പഞ്ചായത്ത് അധികൃതരോട് പരാതിപ്പെട്ടെങ്കിലും ആരും തന്റെ സഹായത്തിന് എത്തിയില്ല എന്ന് മുഹമ്മദ് കാസിം പറയുന്നു. ആക്ടിവിസ്റ്റായ മുഹമ്മദ് ആസിഫ് ഖാൻ സംഭവം ട്വീറ്റ് ചെയ്തതോടെയാണ് സംഭവം പുറം ലോകം അറിയുന്നത്. ബെഗുസാരയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ CPI സ്ഥാനാർത്ഥി കനയ്യകുമാറും സംഭവത്തിൽ നടുക്കം രേഖപ്പെടുത്തി ട്വിറ്ററിൽ പ്രതികരിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ BJPയെ വീണ്ടും തിരഞ്ഞെടുത്തതിനു ശേഷം മുസ്ലിങ്ങൾക്ക് നേരെ നടക്കുന്ന പുറം ലോകമറിഞ്ഞ 4ാമത്തെ ആക്രമ സംഭവമാണ് ബെഗുസാരയിലേത്. കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിലെ സിയോണിൽ ബീഫ് കൈവശം വെച്ചെന്നാരോപിച്ച് സ്ത്രീയടക്കം 3 പേരെ സംഘപരിവാർ ആക്രമിച്ചിരുന്നു. ഓട്ടോയിൽ പോവുകയായിരുന്ന ഇവർ ബീഫ് കൈവശം വെച്ചു എന്നാരോപിച്ച് കെട്ടിയിട്ട് മർദ്ദിക്കുകയായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മറ്റൊരു സംഭവത്തിൽ ഗുജറാത്തിലെ സവർണ ജാതിയിൽപ്പെട്ടവർ ബഹുവാദ് ഗ്രാമത്തിൽപ്പെട്ട ദളിതരുടെ വീടുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു എന്ന് ന്യൂസ് ക്ലിക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ ദളിതർക്ക് വിവാഹം ചെയ്യാൻ സർക്കാർ അനുമതി തരുന്നില്ലെന്ന ഒരു വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്. ഈ സംഭവത്തിൽ 11 പേർക്കെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Thank you.